തെരഞ്ഞെടുപ്പിലൊന്നും ഒരു ചർച്ച അതല്ലല്ലോ. പാർട്ടി സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിൻ്റെ 10-1 സ്ഥാനാർത്ഥി ഇവിടെ ഇല്ല. ആരെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും അത് നേരത്തെ പാർട്ടി വിട്ടു പോയ ഒരാൾ പാർട്ടിയിൽ തിരിച്ചു വന്നപ്പോൾ ഉണ്ടായൊരു പ്രശ്നമാണ്. ആൾ വേണ്ടാത്തത് DCC ഓഫീസിൽ കാണിച്ചപ്പോൾ അതിനെതിരായി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാ പാർട്ടിയിലും നടക്കണമല്ലോ. CPM-ൽ പ്രശ്നമുണ്ടല്ല. പണ്ട് CPM-ന് റിബലേ ഉണ്ടായിരുന്നില്ലല്ലോ കേരളത്തിൽ. കോൺഗ്രസിനും UDF-നും മാത്രമല്ല റിബൽ. ഞങ്ങളുടെ റിബലൊക്കെ ശല്യങ്ങളൊക്കെ 10-1 പോലും ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിൻ്റെയൊക്കെ 10-1 പോലും ഇല്ല. ഇപ്പോൾ CPM-ന് സംസ്ഥാനത്തുടനീളം റിബലുണ്ടല്ലോ. തിരുവനന്തപുരം സിറ്റി മുതൽ റിബലുണ്ടല്ലോ. മൂക്കിന് താഴെ AKG സെൻറ്ററിൻ്റെ മൂക്കിന് താഴെ റിബലുണ്ട് CPM-ന്. വ്യാപകമായി CPM-ന് റിബലുണ്ട് സംസ്ഥാനത്തുടനീളം. എന്നിട്ട് റിബലായി നിൽക്കുന്ന ആളെ കൊല്ലും എന്ന് നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഉന്തുതള്ളല്ലേ ഉണ്ടായത്. നീ റിബലായി കൊടുത്താൽ നിന്നെ കൊല്ലും എന്ന് നേതാവ് പറയുന്നതിൻ്റെ കോളുണ്ടല്ലോ. അപ്പം അതുകൂടിയൊക്കെ ഒന്ന് കേൾക്കുന്ന നന്നായിരിക്കും. അതൊന്നും തിരഞ്ഞെടുപ്പ് വിഷയമല്ലല്ലോ. കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമായിട്ടുണ്ട്. ഒരു പാർട്ടി എടുക്കാത്ത നിലപാടാണ് എടുത്തത്. ഈ ഒരു ആക്ഷേപം വന്നപ്പോൾ ഞങ്ങൾക്കൊരു പരാതി പോലും ലഭിക്കാതെ തീരുമാനമെടുത്ത പാർട്ടിയാണ്. ആ പാർട്ടി അഭിമാനത്തോടു കൂടിയാണ് ഈ വിഷയത്തിൽ നിൽക്കുന്നത്. ആ പാർട്ടിയുടെ സ്റ്റാൻഡ് KPC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. അല്ല, അതൊക്കെ ക്ലിയർ ചെയ്ത കേസല്ലേ. വീണ്ടും അത് ഇന്ന് പറയേണ്ട കാര്യം. ഇന്നലെ ക്ലിയർ ചെയ്തല്ലേ പ്രസിഡന്റ്. അല്ല, അത് പാർട്ടി ആയി ബന്ധപ്പെട്ട ആരെങ്കിലും അത്തരം കാര്യങ്ങൾ ചെയ്താൽ അത് പാർട്ടി പരിശോധിക്കും. അല്ല, അതല്ലേ പറഞ്ഞ പരിശോധിക്കും. പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരൊന്നല്ല. ഇല്ല, അങ്ങനത്തെ വിഷയം അതൊന്നും അങ്ങനത്തെ വിഷയമല്ല. അങ്ങക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നില്ല. അതായത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിൽ അങ്ങക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കടുത്ത സൈബർ ആക്രമണം. ഇതെല്ലാം കോൺഗ്രസ് ഹാൻഡിൽ ഇതൊക്കെ ഞാനൊരു കാര്യം ചെയ്യട്ടെ. കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നടത്തിയ പാർട്ടി CPM-ആണ്. വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ എല്ലാം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ, വാസ്തവം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എത്രമാത്രം സൈബർ ആക്രമണങ്ങൾ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി CPM ഹാൻഡിലുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CPM ഹാൻഡിലുകൾ നടത്തുന്ന എത്രയോ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗികമായ ഒരു സംവിധാനം, ഇത് CPM ഔദ്യോഗിക സംവിധാനത്തിൽ നിന്നാണ് ഈ ആളുകളെ മുഴുവൻ അധിക്ഷേപിക്കുന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഇത്തരം ഒരു പ്രചരണം ഉണ്ടാവില്ല. അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അത് ചെയ്യുന്നവരോട് നിങ്ങൾ പോയി ചോദിക്കും. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ആര് ചെയ്താലും ഞങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടോ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഹാൻഡിലൊന്നും ഒരു കാര്യവും ഞങ്ങളുടെ നിലപാടിന് വിരുദ്ധമായി ചെയ്താൽ ഞങ്ങൾ നടപടിയെടുക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറയണതിനൊക്കെ എനിക്ക് മറുപടി പറയാൻ പറ്റും. ഐ ഹാവ് നോ കമൻസ്. ഞങ്ങൾക്ക് ഇത്രയും ക്ലാരിറ്റി ഉള്ളൊരു പാർട്ടി വേറെ ഏതുണ്ട്? മോഷണ കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നതിനെതിരെ നടപടിയെടുക്കില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് CPM. എന്നിട്ടാണ് ഈ വന്ന് വലിയ വർദ്ധനം പറയുന്നത്. മോഷണ കേസിൽ അയ്യപ്പൻ്റെ സ്വർണ്ണ അടിച്ചു മാറ്റി അവിടുത്തെ ദ്വാരപാലക ശില്പം കൊണ്ട് കോടീശ്വരന് വിറ്റ ഭൂലോക കള്ളന്മാർക്കെതിരെ നടപടിയെടുക്കില്ല എന്ന് പറയുന്ന പാർട്ടിയാണ്. അല്ല, പിന്നെ ഞാൻ അപ്പുറത്ത് നിൽക്കുന്നവരുടെ പേരൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. റേപ്പ് കേസിലെ പ്രതിക്കെതിരായിട്ട് നടപടിയെടുക്കാത്ത പാർട്ടിയുടെ മാധ്യമങ്ങളും അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട. അല്ല, അതൊക്കെ ക്ലിയർ ആണ്. ഇനി നോ മോർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. ഇപ്പം എല്ലായിടത്തും ചെന്നിട്ട് എല്ലായിടത്തും വന്നിട്ട് എല്ലാ മീറ്റ് ദ പ്രസിനും വന്നിട്ട് കൈരളിയിലും ദേശാഭിമാനിയിൽ നിന്നും കുറേ റിപ്പോർട്ടർമാർ വന്നിട്ട് അവർ എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇതൊന്നും കൊണ്ട് ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയിൽ നിന്ന് മാറ്റാമെന്ന് ആരും വിചാരിക്കണ്ട. മനസ്സിലായി? ആരും വിചാരിക്കണ്ട, അത് മാറ്റാമെന്ന് വിചാരിക്കണ്ട. അത്ര വലിയ കൊള്ളയാണ്. ദൈവത്തിൻ്റെ സ്വർണ്ണമാണ് അടിച്ചു മാറ്റിയത്. അതിന് പാർട്ടി കുടപിടിച്ചു കൊടുക്കുകയാണ്. പാർട്ടി നേതൃത്വത്തിന് അതിൽ പങ്കുണ്ട്.
അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഇതൊരു 10 പ്രാവശ്യം ചോദിച്ചാലൊന്നും കാര്യമില്ല. റേപ്പ് കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നവരാണ് ഈ വർത്തമാനം വന്ന് ചോദിക്കുന്നത്. എന്നിട്ടിപ്പം ഞാൻ വായിച്ചില്ല ഏത് മറ്റേ വാട്സാപ്പിൽ കൂടി അശ്ലീല ചിത്രം അയച്ചതിൻ്റെ പേരിൽ ഏരിയ സെക്രട്ടറിയിൽ നിന്ന് സ്ഥാനത്ത് നിന്ന് പാർട്ടി മാറ്റിയവൻ വീണ്ടും സ്ഥാനാർത്ഥിയാണ്. എന്നാൽ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കും. വേറെ വല്ല ഉണ്ടോ? വേറെ വല്ല ചോദ്യം ഉണ്ടോ? വേറെ വല്ല ചോദ്യം ഉണ്ടോ? അല്ല, അവർ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇത് ഈ ഞാനിവിടെ ഗസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്, മീറ്റ് ദ പ്രസിന്. മനസ്സിലായി? ഞാൻ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4-5 പേര് വന്നിട്ട് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ ആദ്യം പോയിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കും. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ പറ്റട്ടെ. പത്രസമ്മേളനം നടത്തൂല, മീഡിയയും കാണൂല, കണ്ട 50 മിനിറ്റ് മറ്റേ റേഡിയോ ആണ്. ഇങ്ങോട്ട് പറഞ്ഞ കേൾക്കണം. എന്നിട്ടൊരു 4 ചോദ്യം സ്പോൺസേഡ് ചോദ്യം ചോദിച്ചു പോകും. ഞങ്ങളുടെ പത്രസമ്മേളനങ്ങൾ വന്ന് മനഃപൂർവ്വമായി ദേശാഭിമാനി കൈരളി ആലയിൽ വന്ന് നമ്മൾ മറുപടി പറഞ്ഞ ചോദ്യം 5-10 പ്രാവശ്യം ചോദിച്ചു. ഇത് ചായക്കടയിലെ ചർച്ചയല്ല, ഇത് കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന മീറ്റ് ദ പ്രസ്സാണ്. അത് മനസ്സിലാക്കി ചോദിച്ചാൽ നന്നാണ്. ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടി ഇല്ല പറഞ്ഞു, വേറൊരാളെ കൊണ്ട് ചോദിക്കില്ല. അതാണ് തന്ത്രം. അല്ല, ഞങ്ങൾ അതിന് സമരവുമായി മുന്നോട്ട് പോകും. നിങ്ങൾ ഒരു കാലമാലേക്കുന്നത് ഇവർ പേടിച്ചിട്ടാണ്, അവർക്കെതിരെ നടപടിയെടുക്കാത്തത് ഭയന്നിട്ടാണ്. കൂടുതൽ ആളുകളുടെ പേരുകൾ ഇവർ പറയും. അവർ കൊടുത്തിരിക്കുന്ന മൊഴിയെ കൊണ്ട് തുടർന്നുള്ള അന്വേഷണം നടത്തിയാൽ ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. CPM നേതാക്കന്മാരുടെ ശബരിമല കേസ് ഇനിയും ഒരുപാട് ആളുകൾ ജയിലിലേക്ക് പോകും. കാരണം ഇതൊരു വലിയ ഗൂഢാലോചന ഒരു പ്രാവശ്യം നടത്തിയിട്ടാണ് കട്ടത്ത് ആരും അറിയാതെ വന്നപ്പോൾ വീണ്ടും ഒന്നും കൂടി കക്കാൻ വേണ്ടി 2024 ശ്രമിച്ചു. അപ്പോഴാണ് കോടതി പിടിച്ചത്. അതാണ് ഗൗരവമായത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി ഗവൺമെൻറ് കൊട പിടിച്ചു കൊടുത്തുകൊണ്ട് ഇത്രയും ഒരു മോഷണം അമ്പലം അങ്ങനെ തന്നെ വിരിഞ്ഞിരിക്കുക. തീർച്ചയായിട്ടും ഉജ്ജ്വലമായ വിജയം UDF നേടും. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കാര്യം പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ പല പഞ്ചായത്തുകളിലും ഇപ്പം UDFിൻ്റെ ശക്തികേന്ദ്രമാണ് പടന്ന പഞ്ചായത്ത്. ഒരുപക്ഷെ DC പ്രസിഡന്റ് തൊട്ടടുത്തടുത്തും പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ലീഗിനകത്ത് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ എതിർ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പരിഹരിക്കും. 1-2 സ്ഥലങ്ങളിലൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ നിസ്സാരമായ പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കാനുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പഞ്ചായത്ത് കമ്മിറ്റി ഉൾപ്പെടെ അല്ല, ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. ഇനി മോർ ഈ ഇത്തരം BJPയുടെ ഒരു പ്രസക്തി എന്താണ്? അത് നമ്മളെപ്പോഴും പറയുന്നില്ല. BJPക്ക് ഈ കേരളത്തിൽ അവർക്ക് ഒരു 6,000 സ്ഥാനാർത്ഥികൾ പോലും ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായൊരു മത്സരം മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പോലും അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോലും അവർ വളരെ പിന്നോക്കം പോയിരിക്കുകയാണ്. BJPയിൽ നടക്കുന്ന അന്തഛിദ്രം BJPയെ സംഘടനാപരമായി ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു സെക്യുലർ മനോഭാവമുള്ള ജനങ്ങളാണ് കേരളത്തിൽ. BJPക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ CPMഉം കേരളത്തിലെ മുഖ്യമന്ത്രിയും കേന്ദ്ര BJP നേതൃത്വത്തിൻ്റെ മുമ്പിൽ വിധേയരായിട്ട് കുനിഞ്ഞു നിൽക്കുക. 2 വിഷയങ്ങളാണ്. മന്ത്രിസഭയെയും പാർട്ടിയെയും പോലും പറ്റിച്ചുകൊണ്ട് PM ശ്രീ വിഷയത്തിലും ലേബർ കോഡ് വിഷയത്തിലും CPM തീരുമാനമെടുത്തത്. PM ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാംഗങ്ങളെയും പോളിറ്റ് ബ്യൂറോയെയും സെക്രട്ടേറിയറ്റിനെയും LDFനെയും പോലും മറികടന്നുകൊണ്ടാണ് ഏകപക്ഷീയമായി തീരുമാനമെടുത്തത്. PM ശ്രീയിൽ ഒപ്പുവെച്ചിട്ട് 16-ാം തീയതി ഒപ്പുവെച്ച് വന്ന് 22-ാം തീയതി ക്യാബിനറ്റിലിരിക്കുമ്പോൾ ക്യാബിനറ്റിലെ CPI മന്ത്രിമാർ പരാതി പറഞ്ഞിട്ട് പോലും ഒപ്പുവെച്ച കാര്യം രഹസ്യമാക്കി വെച്ച് അവരെ പോലും കബളിപ്പിച്ച മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയാണ്. എന്നിട്ട് 22-ൽ 23-ൽ നമ്മളോട് പറയാണ് ലേബർ കോഡിന് നമുക്കൊരു കരടുണ്ടാക്കണം. 2021-ൽ തന്നെ BJP ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചതിനേക്കാൾ തൊഴിലാളി വിരുദ്ധമായ കരട് വിജ്ഞാപനം തയ്യാറാക്കി വെച്ചിട്ട് ഒരു യൂണിയനുമായിട്ട് ആലോചിക്കാതെ, പ്രതിപക്ഷമായിട്ട് ആലോചിക്കാതെ തയ്യാറാക്കി. BJP കേന്ദ്ര നേതൃത്വം പറയുന്നതനുസരിച്ച് വിധേയരായി കാര്യങ്ങൾ ചെയ്യുന്ന ഭയന്നിട്ടാണ്, കേസുകളെ ഭയന്നിട്ട് വിധേയരായി ചെയ്യുന്ന ഒരു സംസ്ഥാന CPM നേതൃത്വവും ഭരണ നേതൃത്വമാണ് കേരളത്തിൽ. അതാണ് കേരളത്തിൻ്റെ ദൗർഭാഗ്യം.
തീർച്ചയായിട്ടും വളരെ അപകടകരമായ റിപ്പോർട്ടുകളാണ് വിവിധ ജില്ലകളിൽ നിന്ന് വരുന്നത്. ധാരാളം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും പുറത്താണ് നിൽക്കുന്നത്. എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തി. ഇപ്പം 4-ാം തീയതി വരെ വെച്ചിരുന്നാണ്. 4-ാം തീയതിക്ക് മുമ്പ് ഇന്ന് തീർക്കണമെന്ന് പറഞ്ഞ് 23-ാം തീയതി പറഞ്ഞു. ഈ നാളെ തീർക്കണമെന്ന് പറയുമ്പോൾ വീണ്ടും വേറെ തിട്ടൂരം വന്നിരിക്കുകയാണ്. പല BLOമാർക്കും ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പകുതി 1000 മുതൽ 1500 വോട്ടർമാർ വരെയാണ് ഒരു ബൂത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 1/3 വോട്ടർമാരെ പോലും തിരിച്ചു കയറ്റാൻ പല ബൂത്തുകളിലും കഴിഞ്ഞിട്ടില്ല. പല നഗരങ്ങളിലും ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നഗരങ്ങളിൽ എപ്പോഴും ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ്. നഗരങ്ങളിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവരെ അന്വേഷിച്ച് പോയി അവരുടെ വോട്ട് ചേർക്കാൻ പോലും BLOമാർക്ക് കഴിഞ്ഞിട്ടില്ല. അപകടകരമായൊരു സ്ഥിതിവിശേഷമുണ്ട്. വലിയ തോതിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളുടെ പേര് നിയമവിരുദ്ധമായി നീക്കം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സമയം വീണ്ടും നീട്ടിക്കൊടുക്കണം. ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇതിനൊരു, കാരണം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരും മെയിൻ സ്ട്രീം രാഷ്ട്രീയ പ്രവർത്തകരും മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടൊരു കുറച്ച് ദിവസവും കൂടി പ്രത്യേകമായി അനുവദിച്ചാൽ മാത്രമേ ഇത് നടക്കൂ. ഇല്ലെങ്കിൽ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ്റെ, സത്യസന്ധവും നീതിപൂർവമായ ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാന കാര്യം കൃത്യമായ വോട്ടർ പട്ടികയാണ്. ആ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടവകാശമുള്ള ആളുകൾ നീക്കം ചെയ്യപ്പെടുന്ന വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ഫോം തിരിച്ചു വാങ്ങിയില്ല, ഫോം കൊടുത്തിട്ടില്ല. ധാരാളം പേർക്ക്, അർഹതപ്പെട്ട ആളുകൾക്ക് ഫോം കൊടുത്തിട്ടില്ല. കൊടുത്ത ആളുകളുടെ ഫോം തിരിച്ചു വാങ്ങിയിട്ടില്ല. അതിപ്പോൾ തോക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് അവർക്കെതിരായിട്ട് വലിയ ആരോപണം വന്നു. 6-7,000 സ്ഥാനാർത്ഥികൾ അവർക്കില്ല സ്റ്റേറ്റിൽ. അവർക്ക് പല സ്ഥലത്ത് സ്ഥാനാർത്ഥികളില്ല. ആ സ്ഥിതിയിലേക്ക് പോയി. അപ്പോൾ അത് ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഒരു പാർട്ടി പ്രസിഡന്റിന് ഇലക്ഷനിൽ തോക്കുമെന്ന് പറയാൻ പറ്റും, ജയിക്കുന്നല്ലേ പറയാം. കാസർഗോഡ് ജില്ലയിൽ തന്നെ BJPക്ക് സ്വാധീനമുള്ള വാർഡുകളിൽ പല സ്ഥലത്തും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളില്ല. അത് യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചു. പല CPM നേതാക്കന്മാരും അവരുടെ പ്രധാനപ്പെട്ട ബന്ധുക്കളൊക്കെ മത്സരിക്കുന്നത് വേറെ ചിഹ്നത്തിലാണ്. അത് BJPയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. BJPയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിഹ്നം മാറി മത്സരിക്കുന്നത്. അരിവാൾ ചിട്ടി നക്ഷത്രത്തിൽ അറിയപ്പെടുന്ന പാർട്ടി നേതാക്കൾക്ക്, അറിയപ്പെടുന്ന പാർട്ടി ഭാരവാഹികൾക്ക്, പാർട്ടി അംഗങ്ങൾക്കില്ല. അത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, ഈ പ്രാവശ്യം കാണുന്നത്. അറിയപ്പെടുന്ന പാർട്ടി നേതാക്കന്മാർ, നാട്ടിൽ അറിയപ്പെടുന്ന പാർട്ടി നേതാക്കന്മാർ അരിവാൾ ചിട്ടി നക്ഷത്രത്തിൽ മത്സരിക്കുന്നില്ല. അത് ആരുടെ വോട്ട് കിട്ടാൻ വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.